ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഞാൻ ഫാമിലി ഒന്നും കൂടെയില്ല, ഒറ്റക്കാണ് ട്രിപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിന് ചെക്കിങ് ചെയ്യാനായിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചെക്കിൻ പരിപാടികളൊക്കെ ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെക്കിൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരും കൂടി വരാനായിട്ട്. അപ്പം ഞങ്ങൾ 19 പേരാണ് കേട്ടോ ഈ ഗ്രൂപ്പിൽ യാത്ര ചെയ്യുന്നത്. പതിവ് പോലെയുള്ള നമ്മുടെ ചെക്കിങ്ങും ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞു ഇതേ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ടുള്ള പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അത് നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും ഒന്ന് ചെക്ക് ചെയ്തു. ഇതിന് ശേഷം ദേ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സീറ്റ് നമ്പറൊക്കെ നോക്കി വന്ന് ദേ നമുക്ക് സീറ്റ് കിട്ടി. ഏറ്റവും ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഞങ്ങളുടെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മലേഷ്യൻ എയർലൈൻസിലാണ് ഞങ്ങൾ പോകുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മലേഷ്യ കോലാലംപൂർ എയർപോർട്ടിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഇതേ എടുത്തു. ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു. രാത്രി 12 മണിക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസും മഷ്റൂം കറിയും ഒരു ചപ്പാത്തിയായിരുന്നു കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അതിരാവിലെ കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് അവിടുത്തെ എയർപോർട്ട് കാഴ്ചകളാണ്. നമുക്കിനി കുറച്ച് സമയം ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അതിനുശേഷമാണ് അടുത്ത ഫ്ലൈറ്റ്. ഈ കാണുന്നവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ്. അങ്ങനെ അവിടെ സമയം കുറച്ച് വെയിറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് സമയം ഒന്ന് നോക്കി കണ്ടു. അതിനുശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ കറൻസി ആക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ മലേഷ്യൻ കറൻസി നമ്മൾ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാഷ്റൂമിലൊക്കെ പോകേണ്ട ആൾക്കാർക്ക് വാഷ്റൂമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു അടുത്ത ഫ്ലൈറ്റിൻ്റെ സമയമാകുന്നവരെ.
ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിൻ്റെ സമയം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് കോലാലംപൂരിൽ നിന്ന് ബാങ്കോക്കിലേക്കാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. അങ്ങനെ മലേഷ്യയിൽ നിന്നും ഞങ്ങളുടെ ഫ്ലൈറ്റ് പറന്നു പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മനോഹരമായ ഈ കാഴ്ചകളൊക്കെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇതൊക്കെ എനിക്ക് എടുക്കാനായിട്ട് സഹായിച്ചത് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു മലപ്പുറം ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ, അവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വന്നു. എയർ ഹോസ്റ്റസ് പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ ഫുഡാണ്, മലേഷ്യൻ ഫുഡാണ്. മലേഷ്യൻ റൈസ് വിത്ത് സ്പൈസി പ്രോൺസ് കറി ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രോൺസ് കറിക്ക്. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ഫുഡാണ് നമുക്ക് ഈ ഫ്ലൈറ്റിൽ കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്ഥലം എത്തുന്ന ഒരു സമയമായി. ഫ്ലൈറ്റ് പതുക്കെ താഴത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത എയർപോർട്ടായ ബാങ്കോക്കിലേക്കാണ് ഇപ്പോൾ വന്ന് ഇറങ്ങുന്നത്. ഈ കാണുന്നത് ബാങ്കോക്ക് എയർപോർട്ടാണ്. ഇവിടുത്തെ സമയം രാവിലെ 10:15 AM. ആ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത്. ബാങ്കോക്ക് എയർപോർട്ടിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി നമ്മുടെ ഗ്രൂപ്പിലെ ഗൈഡാണ് ഷെറിൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു ഇനി ചെയ്യേണ്ടതായിട്ടുള്ള. അതെല്ലാം കേട്ടതിന് ശേഷം പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ.
എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് ഈ യാത്രയിൽ കിട്ടിയ ഒരു ലാഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിസ വേണ്ട. അപ്പോൾ വിസയുടെ നമുക്ക് ക്യാഷ് നമുക്ക് ഈ യാത്രയിൽ ലാഭിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എടുക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. പിന്നെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ ലഗേജ് മാത്രം മിസ്സായി. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിനു വേണ്ടി, പക്ഷേ അത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എൻക്വയറിയിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഈ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, അത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ എഴുതി വാങ്ങി ഞങ്ങൾ മടങ്ങാനായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അത് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഇവിടെ ഈ ദിവസം ഇവരുടെ ന്യൂ ഇയർ ആയിരുന്നു ബാങ്കോക്കിൽ. അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ ഇതുപോലെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ് പോലെ ഒരു സാധനം നീട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായത് ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് തരുന്ന ഗിഫ്റ്റാണെന്ന്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അത് തായ്ലൻഡിലെ ഒരു ബാമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇവരുടെ ഈ ചെറിയ ഡാൻസൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ കാത്ത് നമുക്ക് വേണ്ട പോകാനുള്ള ബസ് റെഡിയായിരുന്നു. ബസ്സിൽ നമുക്ക് ഇവിടുത്തെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡിൻ്റെ പേര് ലൈല എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിൽ എത്തുന്നത്. അത് പട്ടായയിലാണ് നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ. പട്ടായയിലാണ് ഇനി 2-3 ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.